ചിലരെന്തെങ്കിലും ഒരു കുറ്റത്തിൽപ്പെട്ടാൽ ഇരയാവുകയും ചിലർ പാടില്ല എന്ന് പറയുന്ന ഒരു ഇരട്ടത്താപ്പാണ്. പിന്നെ ഇപ്പം നന്നായിട്ട് വിറ്റെടുക്കാവുന്നതാണ് ജാതി. നമ്മൾ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയും. ഞാനിപ്പോൾ ടി വിയിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരസ്യം വരുമ്പോൾ മാത്രമാണ് ഞാൻ ചാനൽ മാറ്റുന്നത്. ഈഴവർക്ക് വേണ്ടി ഈഴവ മാട്രിമോണിയിൽ എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു. നല്ല സുന്ദരിയായ ഒരു സ്ത്രീ വന്നിരുന്നു ഈഴവ പയ്യന്മാർക്ക് ഈഴവ പെണ്ണുങ്ങൾക്കും കല്യാണം ആലോചിക്കാനുള്ള ഒരു ഇത് പറഞ്ഞു. ജാതി പറയരുത്, മതം പറയരുത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരകളെന്ന് പറയുന്ന ആ പേര് പറഞ്ഞ് എന്തെല്ലാം അവകാശങ്ങൾ കിട്ടാമോ എല്ലാം നേടിയെടുത്ത ഒരു സമുദായത്തിൻ്റെ ഒരു സ്ത്രീ വരുന്നിരുന്ന് വെള്ളാപ്പള്ളിയേക്കാൾ എനിക്ക് പുച്ഛം തോന്നുന്ന ഈ സ്ത്രീയോടാണ്. കാരണം നല്ല എഡ്യൂക്കേറ്റഡ് ആയ ഒരു കുട്ടിയെന്ന് തോന്നുന്നു, ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. അവർ വന്നിരുന്നിട്ട് പറയാണ് ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടി, ഈഴവർക്ക് പെണ്ണ് കിട്ടാൻ വേണ്ടി, ഈഴവർക്ക് ഭർത്താവിനെ കിട്ടാൻ വേണ്ടി നമ്മുടെ മാട്രിമോണി ജാതി പച്ചയ്ക്ക് പറയുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആ പരസ്യം വരുമ്പോഴാണ് ഞാൻ ചാനൽ മാറ്റാറ് അടുത്തതിലേക്ക്. കാരണം എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് കാണാൻ. കാരണം ജാതി പറഞ്ഞ് ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ കേസ് വരെ എടുക്കാം. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞു. ഇവിടെ സവർണാധിപത്യം അല്ലെങ്കിൽ സവർണ ജാതികളെന്ന് പറയില്ലേ, ബ്രാഹ്മണർ, നമ്പൂതിരിമാർ, നായന്മാർ, അവരൊക്കെ എങ്ങനെ സവർണരായെന്ന് എനിക്കറിയില്ല. ഒരു കാലത്ത് നമ്മുടെ പൂർവികരായിരുന്ന ആൾക്കാർ ചില തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അവരൊഴിച്ച് ബാക്കി എല്ലാവരും ജാതി പറയുകയാണ്. ആർക്കും നായരെ കൊട്ടാമെന്നുള്ളൊരവസ്ഥയാണ്. നായരെ എന്തും പറയാം. വെള്ളാപ്പള്ളി നടേശനെ എത്ര വേണമെങ്കിലും തള്ളക്കി വിളിക്കാം നായന്മാരെ. സുകുമാരൻ നായർ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ പാർട്ടി അടക്കം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം ഇളകും. ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, SNDPയുടെ തലപ്പത്ത് വന്ന കുമാരനാശാനേക്കാളും മേളിലാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. എൻ്റെ പാർട്ടിയുടെ നേതാവിൻ്റെ ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. മനസ്സിലായില്ലേ? 17 വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയ ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന അഭിമാനത്തോടെ പറയുന്ന ഞാൻ പറയുന്നത് എനിക്ക് നാണം തോന്നി, എൻ്റെ തല കുനിഞ്ഞു പോയി. വെള്ളാപ്പള്ളി നടേശൻ കുമാരനാശാനേക്കാളും മേളിലാണെന്ന് പറയുന്ന അയാൾക്ക് വേണ്ടി എന്താ പറയുക ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ നിങ്ങളാലോചിച്ച് നോക്കൂ. മറുവശത്ത് അയാളുടെ മകൻ, എല്ലാ തിന്മകളുടെയും വിലനിലമായ പയ്യൻ BJPയുടെ മുന്നണിയിൽ, അച്ഛൻ ഇടതുപക്ഷത്ത്, രണ്ടുപേരും കൂടി അവരുടെ കാര്യങ്ങളും അവരുടെ സാമ്രാജ്യങ്ങളും എല്ലാം വെട്ടിപ്പിടിക്കും. ആയിരക്കണക്കിന് കോടിയുടെ അഴിമതി ചോദിച്ചാൽ പറയും തെളിയിക്കുന്നു. ആരെങ്കിലും കണിച്ചുള്ളവരെങ്കിൽ തെളിയിക്കാൻ വേണ്ടി ചെന്നാൽ കൂമ്പിലിട്ട് ഇടിച്ചു കൊടുക്കും. മനസ്സിലായോ? എന്ന് മാത്രമല്ല ഇയാളുടെ എന്താ പറയുക ആലപ്പുഴയിലുള്ള ഹോട്ടലിൽ, 5 സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചു വരുത്തി മദ്യവും നല്ല ഭക്ഷണവും കൊടുത്ത് കയ്യിൽ കുറച്ച് കാശും കൊടുത്താൽ ഏത് SNDP യോഗവും എങ്ങോട്ടും തിരിച്ചു വിടാൻ കഴിയുന്ന കുറേ വിവരദോഷികളായ ആളുകളെ വെച്ചാണ് അയാൾ SNDP നടത്തുന്നത്. അവിടെ ഗോകുലം ഗോപാലിനൊക്കെ ചെന്നാൽ ചവിട്ടി കൂട്ടും. മനസ്സിലായില്ലേ? ഗോകുലം ഗോപാലിനെ ഈഴവനെന്നവർ പറയില്ലല്ലോ. അപ്പോൾ അങ്ങനെ 10-30 വർഷക്കാലമായി ആകെപ്പാടെ ഒരു ഒന്നാമത് VS അച്യുതാനന്ദനാണ് ഇയാളെ നേതാവാക്കിയത്. അയാൾക്ക് പറ്റിയൊരു ഏറ്റവും വലിയ 2-3 അബദ്ധങ്ങളുണ്ട്. ഒരു അബദ്ധം വെള്ളാപ്പള്ളി നടേശനെ നേതാവാക്കിയതാണ്. ആ വെള്ളാപ്പള്ളി നടേശൻ VSനെ പറയുന്നത് എന്തൊക്കെയാണ്? പക്ഷേ ഞങ്ങളുടെ പാർട്ടിക്ക് അത് പ്രശ്നമില്ല, കൈയടിക്കും. കാരണം എന്താ പറയുക, VSനല്ലേ തള്ളക്കി വിളിക്കുന്നത്, നമ്മളെ അല്ലല്ലോ. അതുകൊണ്ട് കുമാരനാശാൻ്റെ മേളിലാക്കി ഇരുത്തുന്ന നാടാണ്. ഇപ്പം തന്നെ ഈ വേടൻ എന്ന് പറഞ്ഞ പയ്യൻ, ഇങ്ങനെ ഒരു പയ്യൻ ഒന്നാമത് എനിക്ക് ഈ റാപ്പൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. നാടൻ ശീലുകൾ ഞാൻ ആസ്വദിച്ച് കേട്ടിട്ടുള്ള ആളാണ്, കലാഭമണിയുടെ അടക്കം. മണിയും ജാതി പറയുന്ന ആളായിരുന്നു. എൻ്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ജമ്മിയുടെ വസ്തു വിലയ്ക്ക് വാങ്ങി അവിടെ ഞാൻ പാടിയുണ്ടാക്കി അവിടെ ഇരുന്ന് ഞാൻ നാടൻ ചാരായം വാറ്റിയുണ്ടാക്കി കുടിക്കുന്നവനെന്ന് അഭിമാനത്തോടെ പറഞ്ഞവനായിരുന്നു മണി. അകാലത്തിൽ പോയി ആ പയ്യൻ, എത്ര കാലം ജീവിച്ചിരിക്കേണ്ടവൻ അല്ലേ? അപ്പോൾ കലാഭവൻ മണിമാർക്കും ഈ വേടന്മാർക്കും ഒക്കെ നല്ല മാർക്കറ്റാണിപ്പോൾ. അപ്പോൾ അവർക്ക് ഉത്സവ പറമ്പുകളിലായാലും എവിടെ ആയാലും, ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്തിൻ്റെ 4ാം വാർഷികം ഇടുക്കിയിൽ എവൻ്റെ ആയിരുന്നു ഷോ വെച്ചിരുന്നത്. 12 ലക്ഷം രൂപ കൊടുത്ത് എവൻ്റെ ഷോയാണ് വെച്ചിരുന്നത്. സർക്കാർ ഇങ്ങനെ ദൂർത്തടിക്കുന്ന ഈ പൈസയൊക്കെയാണ്. ഇങ്ങനെയുള്ളവർക്ക് പൈസ കൊടുത്താണല്ലോ ദൂർത്തടിക്കുന്നത്. അപ്പോൾ വർത്തമാനകാല കേരളത്തിൽ ഞാൻ പറയുന്നത് എനിക്ക് സുകുമാരൻ നായരെ ഇഷ്ടമല്ല, ഞാൻ പെരുന്നാൾ പോപ്പെന്നാണ് പറയാറ്. പക്ഷേ അയാൾ ഇതുപോലെ വിവരക്കേടുകൾ പറയാറില്ല. ആര്? വെള്ളാപ്പള്ളിയെ പോലെ തരം കണ്ട പോലെ, അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന പോലെ എന്തും പറയും. ഇന്ന് അയാളെ വീട്ടിൽ ചെന്ന് കാലിത്തോട്ട് തൊഴുതാൽ അവനാണ് കേരളത്തിലെ ഏറ്റവും നല്ലവനെന്ന് പറയും. നാളെ അവൻ ചെന്നില്ലെങ്കിൽ പറയും അവൻ ഫ്രോഡാണെന്ന്. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. 30 വർഷമായി SNDP അച്ഛനും മോനും കൂടെ ചേർന്ന് വിഴുങ്ങുന്നു. ഭാര്യ ഏതോ SNDPയിലെ ഏതോ വനിതാ വിങ്ങിൻ്റെ നേതാവ്, എല്ലാം കുടുംബ വകയാക്കി മാറ്റി. പക്ഷേ അയാളെ കൊണ്ടു കിടക്കാനാണ് പിണറായി വിജയന് ഇഷ്ടം. അതിപ്പം പിണറായി മാത്രം പറയണ്ട, BJPയിലെ ഇയാൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചാർജ് എടുത്തപ്പോഴും നേരെ അങ്ങ് പോയല്ലോ. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വെള്ളാപ്പള്ളിയുടെ കാലിത്തൊട്ട് തൊഴും, സുകുമാരൻ നായരെ തള്ളക്കി വിളിക്കും. BJPക്കാർ തന്നെ എത്ര പ്രാവശ്യമാണ് സുകുമാരൻ നായരെ തള്ളക്കി വിളിച്ചേക്കുന്നത്.
പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി അയാൾ കാലൊടിഞ്ഞോ എന്തോ ആശുപത്രി കിടക്കുന്നിടത്ത് കാണാനും പോയി. പിന്നെ എന്താ പറയുക, സുകുമാരൻ നായരുടെ ഭീഷണിപ്പെടുത്തി 5ാം മന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര ഉപമന്ത്രി രമേശ് ചെന്നിത്തലയാക്കണം, അല്ലെങ്കിൽ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞ് വരട്ടും പോലെ ഈ മന്ത്രിസഭയിൽ വരട്ടാനും പറ്റുന്നില്ല. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പക്ഷേ ബ്രാഹ്മണർ, നമ്പൂരി, നായർ ഒഴിച്ച് ബാക്കി ഏത് ജാതിക്കാരനും ആരെയും തള്ളക്കി വിളിക്കാവുന്ന ഒരു ലൈസൻസ് ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ പറയുന്നത് സന്ധ്യയ്ക്ക് എന്താ ചൂട്ടും കൊണ്ട് വന്ന് കുട്ടികളെ ഉണ്ടാക്കി വിട്ട് പോയിരുന്നവരെ നായന്മാരെ പെണ്ണുങ്ങൾക്കെല്ലാം കുട്ടികളുണ്ടാക്കി കൊടുത്തിരുന്നവന്മാരാണ്. അങ്ങനെ നായന്മാരെ മക്കൾക്കൊന്നും തന്തയില്ല. തന്തയുണ്ടല്ലോ, ഈ സന്ധ്യയ്ക്ക് വന്നവൻ ആരെന്നറിയാം. പക്ഷേ സന്ധ്യയ്ക്ക് വന്നവൻ യാവനം നിറഞ്ഞിടാത്ത എത്ര മക്കളുള്ള നാടാണ് ഇവിടെ, അല്ലേ? നമ്മൾ കാണുന്ന ഒരുമാതിരി തൊലിവെളുപ്പുള്ള എത്രയോ പിള്ളേരെ കാണുന്നു. ഇവൻ്റെ തന്ത ആരെന്നറിഞ്ഞൂടാ. നായരുടെ ഒന്നുമില്ലെങ്കിലും ഈ സന്ധ്യയ്ക്ക് വന്ന അല്ലെങ്കിൽ സഹോദരൻ തുറന്നു കൊടുത്ത വാതിലിൽ കയറി കാലിൽ വെള്ളമൊക്കെ കാലുകൊണ്ട് കഴുകി അകത്ത് പോയി അവരുമായിട്ട് രമിച്ച് രാവിലെ പോവുകയും ഒരു സുപ്രഭാതത്തിൽ ആ പരമ്പ് ചുരുട്ടി വയ്ക്കുമ്പോൾ ആ ഭർത്താവിൻ്റെ ജോലി തീർന്നു, ഇനി അവനെ അവിടെ വീട്ടിൽ കയറ്റണ്ടെന്നാണ് പണ്ടത്തെ ആളുകൾ ചെയ്തിരുന്നു എന്ന് പറയുന്നു. നമുക്കറിയില്ല. എന്തായാലും എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്തും ഇതില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഭേദപ്പെട്ട ഒരു ഫാമിലി ജനിച്ചെന്നാണ് എനിക്കറിയാവുന്നുള്ള അറിവ്. പക്ഷേ അങ്ങനെ പോലും ഇല്ലാത്ത, തന്തയാരെന്ന് പറഞ്ഞിടാത്ത എത്രയോ പേരുണ്ടായ നാടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ പലപ്പോഴും ആലോചിക്കും, ഈ NDP എന്ന് പറഞ്ഞ പാർട്ടി, കിടങ്ങൂരുണ്ടാക്കിയ പാർട്ടിയൊക്കെ നശിച്ചു പോയി. എത്ര MLA മാരുണ്ടായിരുന്ന, മന്ത്രി ഉണ്ടായിരുന്ന പാർട്ടിയാണ്. ഈ NSSനെ കൊണ്ടൊന്നും കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി സത്യത്തിൽ ഏറ്റവും സമീപഭാവിയിൽ ബ്രാഹ്മണരും നമ്പൂതിരിമാരും നായന്മാരും കൂടി ചേർന്നൊരു പാർട്ടി ഉണ്ടാക്കിയില്ല എങ്കിൽ കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തൊരു 5-10 വർഷം കഴിയുമ്പോൾ മറ്റുള്ളവന്മാർക്കെല്ലാം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കൊണ്ട് അവർക്ക് ഭീഷണിപ്പെടുത്തി സർക്കാരിൻ്റെ നിന്ന് കിട്ടാവുന്നതെല്ലാം വാങ്ങാനും അറിയാം. അത് ആർക്കായാലും. ഞാൻ ഈ പറയുന്നത് സുരേഷ് ഗോപി പറയും പോലെ അല്ല. അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട് ജനിക്കണമെന്ന് പറഞ്ഞ വിവരക്കേടൊന്നുമല്ല ഞാൻ പറയണേ. പക്ഷേ നായർ സമുദായത്തേക്ക് എത്ര അധിക്ഷേപിച്ചാണെന്നറിയോ ഓരോരുത്തർ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ റാപ്പെന്ന് പറഞ്ഞ എന്താ വേടൻ എന്ന് പറഞ്ഞ പയ്യൻ തന്നെ, അവന് കേരളത്തിൽ ഇപ്പോൾ ജീവിക്കാൻ എന്താ പ്രശ്നമുള്ള? അവൻ്റെ സമുദായത്തിന് ഒരു പ്രശ്നമില്ല. എല്ലാ ആനുകൂല്യങ്ങളും പറ്റി, നമ്മളുടെ ടാക്സ് കൊടുക്കുന്ന പൈസയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റി, അത് ജോലിയിലായാലും വിദ്യാഭ്യാസത്തിലായാലും ജീവിതത്തിലായാലും റേഷൻ കാർഡിലായാലും എല്ലാത്തിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കുകയും എന്നിട്ട് നായന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചോവനാണ്, ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞാൻ ജാതി പറയുന്ന ഒരാളല്ല, പക്ഷേ ജാതി ചിന്ത എൻ്റെ പേരിൽ പോലും, എൻ്റെ മകൻ്റെയോ എൻ്റെ ഒന്നും പേരിലില്ല. പക്ഷേ ഈ ജാതി ചിന്തകൾ വിളിച്ചു പറയുന്ന തമ്പ്രാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യവനൊക്കെ തലയുയർത്തി നടക്കാൻ കഴിയുന്നത് ഒരു നാരായണ ഗുരുസ്വാമിയുടെയോ ഒരു അയ്യങ്കാളിയുടെയോ കഴിവുകൊണ്ടല്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാരായണ ഗുരുസ്വാമി ഒരു സമരത്തിനും ഇറങ്ങിയിട്ടില്ല. അയ്യങ്കാളി ചെയ്തതെന്താണെന്ന് വെച്ചാൽ നായർ പ്രഭുക്കന്മാരിടുന്ന വേഷഭൂഷാദികളിട്ട് അവരെ വെല്ലുവിളിച്ച് നടന്നു. നേരെ മറിച്ച് EMS നമ്പൂതിരിപ്പാട് എന്നുള്ള വാലുള്ള നമ്പൂതിരിപ്പാടും P കൃഷ്ണപിള്ള എന്നുള്ള പിള്ള സ്ഥാനമുള്ള P കൃഷ്ണപിള്ളയും, അതുപോലെ VT ഭട്ടതിരിപ്പാടിനെ പോലെ നമുക്ക് എണ്ണം പറയാം, AK ഗോപാലൻ നമ്പ്യാരാണ്. AK ഗോപാലനെ പോലെ ഒരുപാട് പേര് സഹന സമരങ്ങൾ നടത്തിയും ഒരുപാട് അടി വാങ്ങിയും നായന്മാർക്കും അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാർക്കും എതിരെ സമരം നടത്തിയുമൊക്കെയാണ് ഇവർക്ക് തലയുയർത്തി നടക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്തത്. അതൊക്കെ മറന്നിട്ട് ഞങ്ങളൊരു 1-1.5 ആൾക്കാരാണ്. നമ്മൾ ആന ചെയ്യും പൂന ചെയ്യും. പിന്നെ ഇവർക്ക് എന്തോ ഇപ്പം തീവ്ര ഗ്രൂപ്പൊക്കെ ഉണ്ട്, കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് എന്തോ ഗ്രൂപ്പൊക്കെ ഉണ്ട്. പിന്നെ ഉത്സവ പറമ്പുകളിൽ വന്നാൽ മൈക്കിലൂടെ ആരെയും തള്ളക്കി വിളിക്കുന്നത് കേൾക്കുമ്പോൾ കൈയടിക്കാൻ ആളെ കിട്ടും. ഞാനിതിനെയൊക്കെ വാളിപ്പൈലുകളെന്നാണ് പറയാറ്. യവന്മാർ കുറേ വാളിപ്പൈലുകളൊന്ന് ഉത്സവ പറമ്പിൽ വന്ന് കൈയടിച്ചാൽ കേരളത്തിലെ മൊത്തം കൈയടിയാവില്ല. പക്ഷേ എനിക്ക് വേദന തോന്നാറുണ്ട്. കാരണം എൻ്റെ പാർട്ടി പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്നേ, ഏറ്റവും ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ നേതാവായ സ്വരാജ് അടക്കം നായർ കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രബല ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രബലരായ നേതാക്കന്മാർ നായന്മാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. പക്ഷേ അവിടെ ഈഴവർ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറയും. ഇപ്പോൾ രാധാകൃഷ്ണനെ പോലെ മാന്യനായ ഹരിജൻ സമുദായത്തിൽ ജനിച്ച ആളുണ്ട്. മാന്യനാണ്, ജാതി പറയില്ല, അയാൾ വളരെ മാന്യനാണ്, ജെന്റിൽമാനാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഈഴവരുടെ അപ്രമാദിത്വമുള്ള സ്ഥലമാണ്. അവിടെ നായന്മാരെ അടിച്ചിരുത്തും. പലരെയും, ഒരുപാട് പേരെ, EP ജയരാജനടക്കം നിങ്ങൾ ഒരുപാട് പേരെ എടുത്തു നോക്കൂ, അവരെയൊക്കെ അടിച്ചിരുത്തും. കാരണം ഇതൊരു ഈഴവ പാർട്ടിയാണ് എന്ന് വരുത്താനായിട്ട്. പക്ഷേ ഞാൻ പറയുന്നത് AKGയെ പോലെ, P കൃഷ്ണപിള്ളയെ പോലെ, EMSനെ പോലുള്ള
അവരും സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്ന വി.ടി. ഭട്ടതിരിപ്പാടിനെയൊക്കെ പോലുള്ള ഒരുപാട് പേർ വേർപ്പൊഴുക്കി ഉണ്ടാക്കിയൊരു പ്രസ്ഥാനമാണ്. അന്ന് വേർപ്പൊഴുക്കാൻ അവരില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഉണ്ടാവും. തോപ്പിൽ ഭാസിയെ പോലെ ഒരു നായരില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലൊരു നാടകമില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടം ഉണ്ടാകാൻ ഇത്രയും ശക്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ആ നായന്മാരെയൊക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവൻ പ്രതികരിക്കില്ല എന്ന് കണ്ടതുകൊണ്ട് ഏത് നേരെയും എന്തും വിളിക്കാം. ഒരു മൈക്ക് കിട്ടിയാൽ നിങ്ങൾ തമ്പ്രാക്കളല്ലടാ, ആരെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് തമ്പ്രാക്കളെ എന്ന് വിളിക്കൂ? ഇല്ല. ജമ്മി എന്ന് ആരെങ്കിലും വിളിക്കണമെങ്കിൽ അവന് വട്ടാണ്. വിളിക്കുന്നവനും വട്ട്, കേൾക്കുന്നവനും വട്ട. അങ്ങനെയുള്ള നാട്ടിൽ ഈ ചെറുപ്പക്കാരനെ പോലുള്ളവൻ ഇങ്ങനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നത് അവൻ വിളിക്കുന്നതൊക്കെ ഈ മറ്റേ വലിച്ചൊക്കെ ആയിരിക്കാം. എന്തായാലും അവൻ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, ഞാൻ നന്നാകാൻ ശ്രമിക്കും, തെറ്റുകൾ ആർക്കും പറ്റുമെന്ന്. ചിലപ്പോൾ ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുമായിരിക്കും. അവൻ്റെ പിടിച്ചപ്പോൾ തന്നെ കണ്ടില്ല 9 ലക്ഷം രൂപ എന്തോ അവിടെ. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 പേരുമായിട്ട് ഒരു ഫ്ലാറ്റിനകത്ത് കഞ്ചാവ് വലിക്കുന്ന ഒരു ഗ്യാങ്ങായിട്ട് ഇരിക്കുന്നുവെങ്കിൽ അവനെ വഴിതെറ്റിച്ചു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതിൽ നിന്ന് അവൻ തിരുത്തുമെങ്കിൽ തിരുത്തട്ടെ. എല്ലാവരും തിരുത്തുന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ മറ്റേ പയ്യുണ്ടല്ലോ ഷൈൻ ടോം ചാക്കോ, അവൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് വാസി എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഇവരെല്ലാവരും വേട്ടയാടുന്നത് ഷൈൻ ടോം ചാക്കോയാണ്. അയാൾ പറയുന്നു, ഞാൻ തിരുത്താൻ ശ്രമിക്കും, ഞാനിപ്പോൾ റീഅഡിക്ഷൻ സെൻറ്ററിലാണ്, ഞാൻ അവിടുന്ന് ഒരു പുതിയ മനുഷ്യനായി ഇറങ്ങും, എനിക്കിത് ഒഴിവാക്കണമെന്നുണ്ടെന്ന് അയാൾ പറയുന്നു. അതുപോലെ ഈ ചിലപ്പോൾ ഈ വേടനും ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ വനംവകുപ്പ് മന്ത്രി അയാൾക്ക് സപ്പോർട്ട് ചെയ്തു. കാരണം ആ പുലിമുഖം പിടിച്ചതിൻ്റെ പേരല്ലേ. ഈ പുലിമുഖം പിടിച്ചാൽ ഉടൻ ചോദിക്കുന്ന മോഹൻലാലിൻ്റെ കൊമ്പിനെ കുറിച്ചാണ്. കരുണാകരൻ്റെ വീട്ടിൽ ആനക്കൊമ്പുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. കരുണാകരൻ്റെ വീട്ടിൽ ആനക്കൊമ്പ്, ഗണേശൻ്റെ വീട്ടിൽ ആനക്കൊമ്പുണ്ട്. അവർ പരമ്പരാഗതമായി അവർക്ക് ആനയും ഇതൊക്കെ ഉണ്ടായിരുന്നവരാണ്. കരുണാകരനല്ല, ഗണേശൻ. പക്ഷേ ഒരു പുലിനഖം വെച്ച് നിയമത്തിൻ്റെ വഴിക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അതെ, തീർച്ചയായും. അപ്പോൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ, ലഹരി കേസ് ആ വഴി പോട്ടെ, പക്ഷേ ഫോറസ്റ്റ് അല്പം കൂടി അവധാനതയോടെ പുലി നഖം കണ്ടപ്പോൾ അത് പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞ് വിട്ടുകളയണമെന്നാണ് എൻ്റെ അർത്ഥം. അതൊന്നും ശരിയല്ല. അത് വനംവകുപ്പിൻ്റെ തീരുമാനമാണല്ലോ അന്വേഷിക്കുക എന്നുള്ളത്. പിന്നെ തീർച്ചയായിട്ടും അന്വേഷിച്ചില്ലേ, നാളെ ഒരാൾ കൊണ്ടുവന്ന് പരാതി കൊടുത്താലേ അതെ തീർച്ചയായും ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥനാകത്താവില്ലേ. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. എന്തായാലും വേടൻ എന്ന് പറഞ്ഞ പയ്യൻ, അവൻ്റെ ശരത്തെന്നോ എന്താണ് അവൻ്റെ പേര്, ശരത്ലാലെന്നോ അങ്ങനെ എന്തോ ആണ്, ഹിരൺമുരളി എന്തുകൊണ്ടോ എന്തായാലും പേരിൽ എന്തിരിക്കുന്നത് പണ്ടൊരു വലിയ സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, അവൻ തെറ്റുകൾ തിരുത്തി പാടട്ടെ. പിന്നെ അവൻ എത്ര ജാതി പറഞ്ഞാലേ, ഇവിടെ കേരളത്തിൽ ജാതി പ്രസംഗിച്ച മദനിയായിരുന്നു. മദനിയുടെ പ്രസംഗം കേട്ടാൽ നമ്മൾ അടുത്ത വീട്ടിൽ പോയെങ്കിലും, കൈയില്ലാത്തവൻ അടുത്ത വീട്ടിൽ പോയെങ്കിലും വെട്ടുകത്തി എടുത്തോണ്ടെന്ന് കാലുകൊണ്ടെങ്കിലും വെട്ടുമായിരുന്നു തിരിച്ച്. അത്ര ക്രൂരമായ ജാതി. ഇന്ത്യൻ രാഷ്ട്രപതി ആര്, വെളുത്തവൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്, വെളുത്തവൻ. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആര്, വെളുത്തവൻ. കേരള മുഖ്യമന്ത്രി ആര്, വെളുത്തവൻ എന്ന് പ്രസംഗിച്ചവനാണ് മദനി. ആ മദനിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇന്ന് മദനി ആരെങ്കിലും, അയാളുടെ വീട്ടുകാർ പോലും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഈ വേടൻ കുറേ ജാതിയൊക്കെ പറയട്ടെ, പറഞ്ഞു അവന് നാക്ക് കഴിക്കുമ്പോൾ അവനത് നിർത്തട്ടെ. അല്ലെങ്കിൽ അവൻ അതിൻ്റെ തിക്താനുഭവങ്ങൾ, അതായത് അവൻ ജാതി പറഞ്ഞതിൻ്റെ പേരിലാണ് എനിക്ക് അവസരങ്ങൾ കുറയുന്നതെന്ന് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ അവൻ തിരുത്തട്ടെ. പക്ഷേ ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലൊക്കെ പറയുന്നത് ഇരയാക്കുകയായിരുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് കൃത്യമായ ആംഗിളാണ്. കാരണം ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി അവിടെ നടന്നിട്ടുണ്ട്. വെറുതെ ഒരു ദിവസം പോയി വേടനെ കയ്യിലെടുത്ത് കൊണ്ടുവന്നതല്ല കേരളത്തിലെ പോലീസ്. ആദ്യമേ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി കണ്ടെത്തുന്നു. കഞ്ചാവ് എത്രയാണെങ്കിലും അത് വെക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്ത് അത് തീർച്ചയായിട്ടും ചെറിയ അളവാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. ഞാൻ ചാനൽ ചർച്ചയിൽ കണ്ട് ഈ 8 പേര് 9 പേര് കൂടി ചേർന്ന് ഇത്ര അളവ് വലിച്ചാൽ എന്തായാലും അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി തന്നെ. പണ്ടൊരു ഒരുത്തൻ അഭിമാനത്തോടെ പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ ആരും അടിച്ചിട്ടില്ല, പിന്നെ മീൻ വിൽക്കുന്ന ഒരു സ്ത്രീ പാളയിട്ട് ഒരു അടി അടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞല്ലാണ്. അതായത് കിലോ കണക്ക് കിട്ടിയില്ലല്ലോ. അതെ, അതാണ് കിട്ടുള്ളൂ. അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അതൊക്കെ ചുമ്മാ അടിക്കുന്നത്. ഒന്നാമത് നിങ്ങൾ ഈ എന്താ പറയുക, സൈബർ ഇടങ്ങളിൽ പറയുന്നതിനൊക്കെ പക്ഷങ്ങൾ പിടിച്ച് സംസാരിക്കുന്നതിനൊന്നും നമ്മൾ മറുപടി പറയാൻ നിൽക്കരുത്. കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഇപ്പോൾ പ്രശസ്തരായ സംവിധായകരും തിരക്കഥാകൃത്തുക്കളുമായ 3 പേരെ വെളുപ്പാങ്കാലത്ത് ഒരു ഫ്ലാറ്റ് കയറി പിടിച്ചു. അവർക്ക് കിട്ടാത്തൊരു പ്രിവിലേജ് വേടന് ജാതി കിട്ടുമെന്ന്. ജാതി പറഞ്ഞുകൊണ്ട് കിട്ടില്ല, അത് കിട്ടില്ല. കാരണം അവർ വലിക്കാൻ തുടങ്ങുമ്പോൾ കയറി പിടിച്ചു. പക്ഷേ ഇതിലൊക്കെ ഞാൻ ഒരു കാര്യം പറയാം, വേടനെ ആയാലും വേടത്തി ആയാലും ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയാലും ഇതെല്ലാം ആരോ ചോർത്തുന്നതാണ്. ഇവരെ കൂടെയുള്ള ആരോ ചോർത്തി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ചെന്നാൽ പൊതി കാണാം, ഞങ്ങളിപ്പോൾ കൊണ്ട് കൊടുത്തിട്ടേ വന്നുള്ളൂ എന്ന് ആരോ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ വെളുപ്പാങ്കാലത്ത് ഈ സ്ക്രിപ്റ്റ് റൈറ്ററെ റൂമിൽ കയറി ഈ 3 പേരെ പിടിക്കാൻ പറ്റി.
അതുപോലെ തന്നെയാണ് അവർക്ക് കിട്ടാത്ത ഒരു പ്രിവിലേജ് ഇവർക്കും കിട്ടില്ല. പിന്നെ അവർ മുസ്ലിം ആയതുകൊണ്ട് അവർക്ക് പ്രിവിലേജ് കിട്ടില്ല എന്ന് ഇനി അവർ പറയാറുമില്ല. കാരണം അവർ തല ഉയർത്തി പിടിച്ചിറങ്ങിപ്പോയവരാ. അവർ വണ്ടിയിലേക്ക് കയറണല്ലേ, കാരണം അവർ ആരെയും തലവെട്ടിയതല്ലല്ലോ. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വയ്ക്കുന്നതിന് പകരം ജാതീയമായി പറയുന്നതിനെ വകവയ്ക്കാതിരുന്നാൽ മതി. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇപ്പോൾ അതിനിടയിൽ സുരേഷ് ഗോപി വലിച്ചഴിക്കുന്നു, മോഹൻലാലിനെ വലിച്ചഴിക്കുന്നു, വ്ളോഗേഴ്സിനെയൊക്കെ വലിച്ചഴിക്കുന്നു, അവരുടെ കയ്യിൽ പുലിനഖമുണ്ട്, അത് അന്വേഷിച്ചില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. വേടനെ മാത്രം മോഹൻലാലിൻ്റെ കേസാണല്ലോ ഇപ്പോഴും നടക്കുന്നത്. ആനക്കൊമ്പാണ്, അത് വില കൊടുത്തെന്തോ വാങ്ങിയാണ് അയാൾ. അത് പാരമ്പര്യം എന്തോ. ഒന്നാമത് എനിക്ക് ഈ ആനക്കൊമ്പൊക്കെ ഈ പൈസയുടെ ധാരാളിത്തം വരുമ്പോഴേ വീട്ടിൽ ഈ മരിച്ചുപോയ മൃഗങ്ങളുടെയൊക്കെ വാങ്ങിച്ച് സൂക്ഷിക്കുന്നത് അതിനേക്കാളും ദ്രോഹമാണ് ഈ കാലമാങ്കൊമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഇതൊക്കെ? അതൊക്കെ വല്ല മ്യൂസിയത്തിലും ഇരിക്കട്ടെ. അപ്പോൾ മോഹൻലാലിൻ്റെ കേസ് നടക്കുന്നു. സുരേഷ് ഗോപിയുടേത് ഒരു കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം മറ്റേ അടുത്ത ജന്മത്തിൽ നമ്പൂരിയാവാളുകൊണ്ട് ഉടുപ്പൊക്കെ ഊരിയിട്ട് പുലിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒന്നേ ഇട്ടുള്ളൂ, അദ്ദേഹം 2 ഇട്ടുകൊണ്ട് നടക്കുന്നു. നാളെ അത് സുരേഷ് ഗോപി പറയില്ലേ അത് പ്ലാസ്റ്റിക്കാണ്, ഫൈബറാണെന്ന് പറയും, അങ്ങ് പോകും അത്. അപ്പോൾ സുരേഷ് ഗോപിക്കായാലും നിയമം തന്നെയാണ്. അതെ, കേസ് വന്നാൽ സുരേഷ് ഗോപി പറഞ്ഞേ പറ്റുള്ളൂ ഈ പുലിനഖം എവിടെ നിന്ന് കിട്ടി, ആര് തന്നു എന്നൊക്കെ പറയേണ്ടി വരും. അത് ഞാൻ പറയുന്നത് അതിനെ നമ്മൾ രാഷ്ട്രീയ കണ്ണി കാണണ്ട. അയാൾ ഉടുപ്പ് ഊരിയിട്ട് നടക്കുമ്പോൾ ആളുകൾ കാണും, നോക്കടാ സുരേഷ് ഗോപി 2 പുലിനഖം ഇട്ട മാല ഇട്ടേക്കണമെന്ന് പറഞ്ഞാൽ തെറ്റാണ്, നിയമപരമായി തെറ്റാണ്, ഇടാൻ പാടില്ല. അത് പുലിയെ കൊന്നിട്ടെടുത്തതാണോ, ചത്ത പുലിയുടെ വായിൽ നിന്ന് ഊരിയെടുത്തത്? എന്തൊരു വൃത്തിയുടെ നനച്ച് മരിച്ചു കിടക്കുന്ന ഒരു അഴുകി കിടക്കുന്ന ഒരു പുലിയുടെ പല്ലിനെ ഊരിയെടുത്തോണ്ടെന്ന് പുണ്യമായിട്ടിട്ടുണ്ട്. ഇത് ഇട്ടാണ് കോവിൽ കയറി പോണേ, ശവത്തിന് ഇട്ടോണ്ടാണ് കോവിൽ കയറി പോണേ. സുരേഷ് ഗോപിയൊക്കെ അത് ആലോചിക്കട്ടെ, ഇതൊക്കെ ഇട്ടുകൊണ്ട് കോവിൽ കയറാം. അല്ല ഒറിജിനൽ ആയാലും അല്ലെങ്കിൽ അതൊരു ചൂണ്ടുപലകയാണ് എന്തായാലും. മറ്റുള്ളവർക്കിടാൻ ഇതുപോലെ ഇട്ട് ഇങ്ങനെ നടക്കണം, ഉടുപ്പൂരിയിട്ട് നടക്കും. ഉടുപ്പൂരിയിട്ട് നടക്കുന്ന തന്നെ പരമ ബോറ. അപ്പോൾ ഒരു 22 മാലയും അതിലൊരു പുലിനഖവും ഒരു രക്ഷക്കൊഴിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് എനിക്ക് നാണോ തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ പക്ഷേ വേടനെ അന്വേഷിക്കുന്ന പോലെ തന്നെ സുരേഷ് ഗോപിയുടെ അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു വിവാദമുണ്ടായത്, ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ വേടനെ അറിയില്ല എന്നൊരു പരാമർശം MG ശ്രീകുമാർ നടത്തി. അപ്പോൾ അതിന് MG ശ്രീകുമാറിന് പുറകെ നടന്ന് MG ശ്രീകുമാറിനെ ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. വേടനെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത്ര വലിയ സംഗീത ശാഖയ്ക്ക് അത്ര വലിയ സംഭാവന നൽകിയ ആളൊന്നുമല്ല വേടൻ. MG ശ്രീകുമാർ പോകുന്ന ട്രാക്കിലൂടെ പോകുന്ന ആളുമല്ല. ഒരുപക്ഷെ MG ശ്രീകുമാർ അയാളെ അറിയാൻ, ഞാൻ പോലും അറിയുന്നത് ഈ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇയാളുടെ പേരിലൊരു സ്ത്രീ പീഡന പരാതി ഒരു മീറ്റു മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം പിന്നെ വേടനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അറിയുന്നതും കേൾക്കുന്നതും ഇപ്പോഴാണ്. ഞാൻ വേടൻ്റെ പാട്ടുകളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഈ ചെറിയ തലമുറ, നേരത്തെ ഒരു തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് അത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ മറ്റൊരാളെ മുന്നിൽ വെക്കാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ വേടൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചർച്ച. അംബേദ്കറും അയ്യങ്കാളിയും ഒക്കെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമുള്ള സ്ഥലത്താണ് നമ്മൾ വേടനെ പോലുള്ള ഒരാളെ കൊണ്ടുവന്ന് അയാളാണ് മാതൃക എന്ന് പറയുന്നത്. അത് ഇത്തരത്തിലുള്ള നിലപാടുകൾ ശരിയാണോ? അല്ല, അതിൽ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അതായത് അംബേദ്കറിൻ്റെയും അയ്യങ്കാളിയുടെയും പ്രതിപുരുഷനായി വേടനെ ചൂണ്ടിക്കാണിക്കുന്നു പറഞ്ഞത് കുമാരനാശാന് പകരം മുഖ്യമന്ത്രി മറ്റേ വെള്ളാപ്പള്ളിയെ പറഞ്ഞതുപോലെ എന്നു വിചാരിച്ചാൽ മതി. മദ്രാസിൽ നിന്ന് ബോംബെക്ക് ഒരു ഫ്ലൈറ്റ് പറക്കുകയാണ്. അന്ന് കമൽഹാസൻ ഹിന്ദി സിനിമയിൽ ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. തുടർച്ചയായിട്ട് സിനിമകളുണ്ട്. ബിസിനസ് ക്ലാസ്സിൽ കമൽഹാസൻ ഇരുന്നപ്പോൾ തൊട്ടപ്പുറത്തൊരു വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. അദ്ദേഹം എന്തോ ഗഹനമായി വായിക്കുകയാണ്, എന്തോ ഒരു പുസ്തകം വായിക്കുന്നു, എന്തോ കുറിപ്പെടുക്കുന്നു. ഇടയ്ക്കെപ്പോഴോ കമൽഹാസൻ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം കമൽഹാസനെ പോലെ ഒരാൾ കയറിയപ്പം ഫ്ലൈറ്റിൽ മുഴുവൻ പേരും കൈ കൊടുക്കുകയും ബഹളം ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ട് വന്നിരുന്ന തൊട്ടടുത്തിരുന്ന ആൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കമൽഹാസൻ അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇദ്ദേഹം കുറിപ്പെടുക്കുന്നില്ല, എന്തിനും ഇങ്ങനെ നോക്കിയാൽ കമൽഹാസൻ അയാളെ നോക്കുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിരിച്ചിട്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ജോലിയിലിരുന്നു. വീണ്ടും അദ്ദേഹം എന്തിനോ ഇങ്ങനെ നോക്കിയാൽ കമൽഹാസൻ അയാളെ തന്നെ നോക്കിയിരിക്കുക. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്താ പേര്? എൻ്റെ പേര് കമൽഹാസൻ. ഓ, എന്ത് ചെയ്യുന്നു? ഞാനൊരു ഫിലിം ആക്ടറാണ്. അത് ശരി, ജോലി തിരക്കുകളുടെ സിനിമ കാണാറില്ല, സോറി, അറിയില്ല താങ്കളെ എന്ന് പറഞ്ഞു. വീണ്ടും ഫ്ലൈറ്റ് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കമൽഹാസൻ ആകെ അസ്വസ്ഥനായി. ഇന്ത്യയിൽ എന്നെ അറിഞ്ഞുകൂടാത്ത ആളുകളുണ്ട് എന്ന് അന്നാണ് കമൽഹാസൻ മനസ്സിലാക്കണേ. ഫ്ലൈറ്റ് ബോംബെയിലിറങ്ങി. അദ്ദേഹം നമസ്കാരം പറഞ്ഞ് അദ്ദേഹം പോയി. കമൽഹാസൻ ഇറങ്ങിയിട്ട് ഫ്ലൈറ്റിൻ്റെ ചാർട്ടിൽ നോക്കി. ഈ എൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്തിരുന്ന ആളാര് എന്ന് നോക്കിയപ്പോൾ രത്തൻ ടാറ്റയായിരുന്നു. ഇന്ത്യയുടെ എന്താ പറയുക, ഇന്ത്യ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഫ്ലൈറ്റ് മുതൽ മൺവെട്ടി വരെ ആണി വരെ ഉണ്ടാക്കി തരുന്ന രത്തൻ ടാറ്റ മുതലാളിയാണ് അപ്പുറത്തിരുന്നത്. പക്ഷേ രത്തൻ ടാറ്റയ്ക്ക് കമൽഹാസനെ അറിയില്ല. അതാണ് എനിക്ക് MG ശ്രീകുമാറിന്
ഇയാൾ അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയും, എനിക്ക് ഈ വേടനെ അറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദിനേശ് ഇത്ര വിവരം കേട്ടവനാണെന്ന് ചോദിക്കരുത്. ഒന്നാമത് എനിക്ക് ഈ ആപ്പ് ഇപ്പോൾ ഈ റാപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. കാരണം അതൊന്നും പാട്ടല്ല, അതൊക്കെ ഈ കഞ്ചാവ് അടിച്ചമാർക്കും തല്ലിപ്പൊളി പിള്ളേർക്കും പറ്റിയ സാധനമാണ് റാപ്പ്. ഈ പറയുന്ന ഈ വേടന്മാർ ചെയ്യുന്ന സാധനം കലാഭവമണി ചെയ്തിരുന്നു, നല്ല നാടൻ പാട്ട്, നാടൻ ശീലുകൾ. ശീമ കൊന്നയും ടാറിട്ട റോഡും എന്നൊക്കെ പറഞ്ഞാൽ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഒരു വിഷ്വൽ ഇങ്ങനെ പോകും. അത് നല്ല നാടൻ പാട്ട് കലാകാരന്മാർ ഇപ്പോഴും ഉണ്ട്. അബ്ദുൽ നർഗര എന്നൊക്കെ പോലെ എത്രയോ പേര് ഇപ്പൊ പുതിയ പിള്ളേരും വന്നിട്ടുണ്ട്. അതിനെയാണ് ഞാൻ സംഗീതം എന്ന് കരുതുന്നത്. ഇതൊന്നുമല്ല ഈ ജാതി പറഞ്ഞ് അല്ലെങ്കിൽ കുറെ നെടുങ്ക ഡയലോഗുകൾ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് കാളമൂത്രം ഒഴിക്കും പോലെ പറയുന്നതിനെ ഞാൻ ഒരു സംഗീതം ഒന്നും പറയില്ല.